കുട്ടനാട്ടിൽ CPI-CPM തർക്കം. രാമഗിരി പഞ്ചായത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ CPI ഒരുങ്ങുകയാണ്. ആവശ്യപ്പെട്ട സീറ്റുകൾ CPIM നൽകാത്തതാണ് ഇവരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അശ്വിൻ പാലാഴി ചേരുന്നു. അശ്വിൻ, ഒറ്റയ്ക്ക് മത്സരിക്കുമോ? ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഏകദേശം CPI കുട്ടനാട്ടിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ജില്ലാ നേതൃത്വം അടക്കം അതിന് ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. സംസ്ഥാന കൗൺസിലിന്റെ അടക്കം അനുമതി ഇല്ലാതെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ പ്രാദേശിക ഘടകത്തിന് ഒറ്റയ്ക്ക് കഴിയുകയുമില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ ചർച്ചകൾ ഇപ്പോൾ ജില്ലാ നേതൃത്വത്തിൽ ഈ കുട്ടനാട്ടിൽ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കപ്പെടുന്നത് രാമഗിരി പഞ്ചായത്താണ്. രാമഗിരിയിൽ CPIയുമായി ചേർന്ന് പോകാൻ CPI കുറേ വർഷങ്ങളായി സാധിക്കുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPIയുമായി ചേർന്ന് പോകാൻ കഴിയാത്തതുകൊണ്ട് മാത്രം കോൺഗ്രസിനോട് ചേർന്ന് പഞ്ചായത്ത് ഭരണം നിലനിൽക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് രാമഗിരി. അങ്ങനെ CPI-CPM തർക്കം വലിയ തോതിൽ രാമഗിരിയിലുണ്ട്. അവിടെയാണ് ഇത്തവണ CPI ആവശ്യപ്പെട്ട സീറ്റുകൾ പോലും കൃത്യമായി നൽകാൻ CPIM തയ്യാറാകാത്തത്. കഴിഞ്ഞ തവണ CPI മത്സരിച്ച 2 സീറ്റുകൾ കേരള കോൺഗ്രസിന് ഇത്തവണ നൽകിയിട്ടുമുണ്ട്. ഇതൊക്കെയാണ് CPIയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 6 സീറ്റുകൾ ആവശ്യപ്പെട്ടെങ്കിലും 1 സീറ്റ് മാത്രം നൽകാനാണ് കോൺഗ്രസ് തയ്യാറായത്. CPM തയ്യാറായത്. അതിനെ തുടർന്നാണ് 8 സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് ഒരു ഭരണം പിടിക്കുക, രാമഗിരി പഞ്ചായത്തിൽ അധികാരത്തിലെത്തുക എന്നൊരു ലക്ഷ്യത്തോടെ CPI ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇനി മുന്നോട്ട് CPI അടക്കമുള്ള ജില്ലാ നേതൃത്വത്തിൻ്റെ അടക്കം അനുമതി കിട്ടുമോ എന്നുള്ളതാണ് ശ്രദ്ധേയം. അതിനുള്ളിൽ തർക്കം പരിഹരിക്കാൻ കഴിയുമോ എന്നത് CPIയുടെ ജില്ലാ നേതൃത്വം കൂടി പരിശോധിക്കുന്നുണ്ട്. അത് പരിഹരിക്കപ്പെടാൻ പറ്റിയില്ല എങ്കിൽ ആലപ്പുഴയിൽ തന്നെ ഉറ്റുനോക്കപ്പെടുന്ന വലിയ തദ്ദേശ പോരായി രാമഗിരി പഞ്ചായത്ത് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ സാഹചര്യം ചൂഷണം ചെയ്യാൻ കോൺഗ്രസ് നിലവിൽ രംഗത്തിറങ്ങിയിട്ടുണ്ട്. രാമഗിരിയിലെ CPI നേതാക്കളുമായി കോൺഗ്രസ് നേതൃത്വവും ചർച്ച നടത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.